ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. കഴിഞ്ഞ ദിവസം നിങ്ങൾ പലരും കണ്ടൊരു വീഡിയോ ആയിരിക്കും. ഒരു പെൺകുട്ടി ഒരു സ്കൂട്ടറിൽ പോകുമ്പോൾ പെട്ടെന്ന് റോഡിലുള്ളൊരു ഗട്ടറിൽ വീണിട്ട് ആ കുട്ടിയും സ്കൂട്ടറും കൂടെ താഴെ വീണിട്ട് വീണ് പോകുന്നൊരു വീഡിയോ. ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് ആ കുട്ടിക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഒരു പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ബാക്കിൽ നിന്നോ ഹൈ സ്പീഡിൽ നല്ല സ്പീഡിലൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതാകില്ലായിരുന്നു സ്ഥിതി. മലപ്പുറം പരപ്പനങ്ങാടി ചിറമംഗലത്ത് നടുറോട്ടിൽ ഗട്ടറിൽ വീണ് ബൈക്ക് മറിഞ്ഞ അപകടം. റോഡിൽ തലയിടിച്ച് വീണ യുവതി പുറകെ വന്ന ബസ് ദേഹത്ത് കയറാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല. ഇരുചക്ര വാഹനങ്ങൾ ഇതുപോലുള്ള ഗട്ടറിൽ വീണിട്ടുള്ള അപകടങ്ങൾ കേരളത്തിൽ ഇപ്പോൾ പതിവായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആക്ച്വലി എന്തെങ്കിലും ഒരു പ്രശ്നം, നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ച് അത് പരിഹരിക്കണമെങ്കിലോ കാര്യമായിട്ടുള്ളൊരു അപകടം വരണം. ഒരാൾ മരിക്കുക അല്ലെങ്കിൽ അതുപോലുള്ള വലിയ രീതിയിലുള്ള ഒരു അപകടം വന്നാൽ മാത്രമേ നമ്മൾ അതിനെ ഗൗരവമായിട്ട് കാണുള്ളൂ. അതുവരെ ഈ കുഴികളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയകരമാണ്. എസ്പെഷ്യലി ഇപ്പോൾ എൻ്റെ ചുറ്റുപാടിലുള്ള റോഡുകളൊക്കെ ഇത്രയും മോശമായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. റോഡിലൊക്കെ ടാറുള്ളതിനേക്കാളും കൂടുതലാണ് ഹോളുകൾ. ഒരു നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡ് ഏതാ തോടേതാണെന്ന് അറിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഒന്നും ഇടാത്തതിന് പോലീസും MVD നമ്മുടെ കയ്യിൽ നിന്ന് ഫൈൻ പിടിച്ചു വാങ്ങാൻ കാണിക്കുന്ന ശുഷ്കാന്തി ഈ റോഡ് നേരകം കാണിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിലും MVDനെയും പോലീസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പ്രൈവറ്റ് കമ്പനികൾ മാർക്കറ്റിംഗ് സ്റ്റാഫിന് കൊടുക്കുന്ന പോലത്തെ ടാർജറ്റും കാര്യങ്ങളൊക്കെയാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പോലീസിനും MVDക്കും ഉള്ളത്. ഇത്രയും പൈസ പിരിച്ചിട്ട് അവിടെ ഏൽപ്പിക്കണം എന്നുള്ളതൊക്കെയാണ്. ഇതും കൂടാതെ ഇപ്പോൾ AI ക്യാമറ പോലുള്ള സിസ്റ്റം വെച്ചിരിക്കണം. അതിനും പുറത്തിപ്പോൾ പോലീസ് തന്നെ ഒളിച്ചും ഭാഗത്ത് നിന്നിട്ട് ക്യാമറ ഒക്കെ എടുത്തിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫൈൻ അടിച്ചിട്ട് വീട്ടിൽ തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എന്നാൽ താൻ കേസ് കൊടുക്കുന്നുള്ള സിനിമയാണ് ഓർമ്മ വരുന്നത്. ആ സിനിമയിലെ പോലെ ഇതുപോലത്തെ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കെതിരെ കേസെടുക്കാനുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതായത് ഒരു റോഡിലെ ഗട്ടറിലൊക്കെ വീണിട്ടുള്ള അപകടമാണെന്നുണ്ടെങ്കിൽ ആ റോഡ് നന്നാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന MLAക്കോ മന്ത്രിമാർക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടിയൊക്കെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് വേണ്ട രീതിയിൽ ഇവർ റോഡും കാര്യങ്ങളൊക്കെ നന്നായിക്കോളും. ഈ വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി. അല്ലാണ്ടപ്പോൾ ഇവരിപ്പോൾ നാളെ പോയിട്ട് റോഡും കാര്യങ്ങളൊക്കെ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.